ഹായ് ഗൈസ്, ഡാവ് ബേസ് ഓൺ ചെയിൻ സമ്മർ എന്ന് പറയുന്ന ഈ ഒരു പ്രൊജക്റ്റ് പുതുതായിട്ട് കൊണ്ടുവന്നിട്ടുള്ള എയർ ഡ്രോപ്പ് പ്രോഗ്രാമിനെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. $6 മില്യൺ ഈ ഒരു പ്രൊജക്റ്റിന് വേണ്ടി അവർ ഫണ്ട് റൈസ് ചെയ്തിട്ടുള്ളത്. സോ ഇതൊരു ഹ്യൂജ് എമൗണ്ടിൻ്റെ പ്രോജക്റ്റാണ്. ഈ ഒരു പ്രൊജക്റ്റിലാണ് ഇവർ എയർ ഡ്രോപ്പ് അലോക്കേഷൻ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇവരുടെ ഓൺ ടോക്കൺ കൂടാതെ ഇവർ ഭാവിയിൽ മറ്റേതെങ്കിലും എയർ ഡ്രോപ്പ് നൽകുകയാണെങ്കിൽ അതും ഈ ഒരു എയർ ഡ്രോപ്പ് പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. സോ ഈ ഒരു എയർ ഡ്രോപ്പിൽ എങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോക്കാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാം. കൂടുതൽ അപ്ഡേഷന് വേണ്ടിയിട്ട് എൻ്റെ ടെലഗ്രാം ചാനലിലും ജോയിൻ ചെയ്യാം. ഡാവ് ബേസിൻ്റെ എയർ ഡ്രോപ്പ് പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഈ ഒരു വെബ്സൈറ്റ് ലിങ്ക് ഞാൻ എൻ്റെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ എൻ്റെ ടെലഗ്രാം ചാനലിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും എൻ്റർ ചെയ്യാവുന്നതാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കാണിക്കുക. അതിൽ നിങ്ങൾക്ക് ആദ്യമായിട്ട് തന്നെ വാലറ്റ് കണക്ട് ചെയ്യാനാണ് വരുന്നത്. സോ നിങ്ങൾക്ക് ഏത് വാലറ്റ് വേണമെങ്കിലും കണക്ട് ചെയ്യാം. ഞാൻ മെറ്റാമാസ്കാണ് കണക്ട് ചെയ്യാൻ പോകുന്നത്. വാലറ്റുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരിക. ഇവിടെ മുകൾ ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ടോട്ടൽ പോയിൻറ്റ്സ് എന്നുള്ളത്. ഈ ടോട്ടൽ പോയിൻറ്റ്സ് ഇപ്പോൾ 0 ആണ്. ഈ പോയിൻറ്റ്സ് നമ്മൾ എത്രത്തോളം ഇവിടെ കളക്ട് ചെയ്യുന്നോ അതിനനുസരിച്ചായിരിക്കും നമുക്ക് എയർ ഡ്രോപ്പ് അലോക്കേഷൻ ലഭിക്കുക. അതുകൊണ്ട് തന്നെ ഈ ഒരു റാങ്ക് മാക്സിമം കൂട്ടാൻ വേണ്ടി മാക്സിമം പോയിൻറ്റ്സ് കളക്ട് ചെയ്യേണ്ടി വരും. അതുപോലെ സ്ക്രോൾ ചെയ്ത് താഴോട്ട് വന്ന മിൻറ്റ് നൗ എന്നുള്ള ഒരു ഭാഗം കാണാൻ പറ്റും. ഇത് ഒരു NFT ആണ്. ഇതിനെക്കുറിച്ച് അവസാനം പറയാം. സോ ഇതിൽ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പോയിൻറ്റ്സ് മൾട്ടിപ്ലെയർ ആവും എന്നുള്ളതും ആണ് അടുത്തായിട്ട് കാണിച്ചിട്ടുള്ളത്. സോ താഴോട്ട് സ്ക്രോൾ ചെയ്താൽ ഡെയിലി ചെക്കിങ് കൊടുത്തിട്ടുണ്ട്. ഓരോ ദിവസവും ചെക്കിങ് ചെയ്യുന്നതിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ആണ്. ഫസ്റ്റ് ഡേക്ക് 5 പോയിൻറ്റ്സ്, സെക്കൻഡ് ഡേക്ക് 10 പോയിൻറ്റ്സ്, അതുപോലെ 7 ഡേയ്സ് നിങ്ങൾ തുടർച്ചയായിട്ട് ചെക്കിങ് ചെയ്യുകയാണെങ്കിൽ 35 പോയിൻറ്റ്സ് വരെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ ഫസ്റ്റ് ഡേ ചെക്കിങ് കൊടുക്കാം. താഴ്ഭാഗത്ത് ചെക്ക് ഇൻ എന്നുണ്ടാവും, അവിടെ ക്ലിക്ക് ചെയ്യാം. സോ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ 5 പോയിൻറ്റ്സ് കളക്ട് ചെയ്തിട്ടുണ്ട്. മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ പോയിൻറ്റ്സിൽ 5 പോയിൻറ്റ്സ് ഏറിയതായിട്ടും റാങ്ക് ഇവിടെ അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഹോട്ട് ടാസ്ക് എന്നൊരു ഭാഗം കാണാൻ പറ്റും നിങ്ങൾക്ക്. നമ്മളുടെ ട്വിറ്ററിൽ നമ്മൾ ഈ ഒരു എയർ ഡ്രോപ്പ് പ്രോഗ്രാമിനെ കുറിച്ച് പോസ്റ്റ് ഇവർ നൽകിയിട്ടുള്ള ഹാഷ്ടാഗും അതുപോലെ തന്നെ ടാഗും യൂസ് ചെയ്തുകൊണ്ട് പോസ്റ്റ് ചെയ്ത് ലിങ്ക് നമ്മളിവിടെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന റീട്വീറ്റ് അതുപോലെ വ്യൂസ് ലൈക്സ് അനുസരിച്ച് നമുക്ക് 0 to 30,000 പോയിൻറ്റ്സ് വരെ കളക്ട് ചെയ്യാൻ സാധിക്കും. ഈ ഒരു ടാസ്കും ഞാൻ അവസാനം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. അതിൻ്റെ താഴെ നിങ്ങൾക്ക് ഡിസ്കോഡും ടെലഗ്രാമും കണക്ട് ചെയ്യാൻ വന്നിട്ടുണ്ടാവും. അത് രണ്ടും കണക്ട് ചെയ്യണം. കാരണം ടെലഗ്രാമും ഡിസ്കോഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്തോ എന്ന് വെരിഫൈ ചെയ്യണമെങ്കിൽ ഇങ്ങനെ കണക്ട് ചെയ്തേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ അത് കണക്ട് ചെയ്യാം. സോ ഞാൻ ആദ്യമായിട്ട് ഡിസ്കോഡ് തന്നെ കണക്ട് ചെയ്യാൻ പോവുകയാണ്. സോ ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. താഴെ ഓതറൈസ് എന്ന് കൊടുക്കുക. സോ ഇവിടെ ഡിസ്കോഡ് കണക്റ്റ് ആയിട്ടുണ്ട്. ഇനി കണക്ട് ടെലഗ്രാം എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്യാം. സോ നിങ്ങളുടെ ടെലഗ്രാമിലെ മൊബൈൽ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അതിനുശേഷം നെക്സ്റ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. സോ അപ്പോൾ നമുക്ക് ടെലഗ്രാമിൽ നിന്നൊരു മെസ്സേജ് വന്നിട്ടുണ്ടാവും. അവിടെ ജസ്റ്റ് ഒന്ന് കൺഫേം കൊടുക്കുക. അതിനുശേഷം വെബ്സൈറ്റിലേക്ക് തന്നെ തിരിച്ചു വരിക, എന്നിട്ട് അക്സെപ്റ്റ് എന്ന് കൊടുക്കുക. സോ താഴേക്ക് ഇത് രണ്ടും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ താഴെ പിന്നെ സോഷ്യൽ മീഡിയ ടാസ്കുകളാണ് എന്നാണ്. അതിൻ്റെ താഴെയായിട്ട് സോഷ്യൽ ടാസ്കുകൾ ചെയ്യുന്നതിന് മുമ്പ് ബേസിക് ഇൻഫർമേഷൻ എന്നുള്ള ഈ 5 ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാം. സോ ഫസ്റ്റ് ട്വിറ്ററുമായിട്ട് കണക്ട് ചെയ്യാനാണ്. സോ ട്വിറ്റർ കണക്ട് ചെയ്യാൻ വേണ്ടി അവിടെ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് കണക്റ്റ് എന്നുള്ള ഭാഗത്ത് കൊടുക്കുക. കണക്റ്റ് ട്വിറ്റർ, അതിൽ ഓതറൈസ് ആപ്പ് എന്നുള്ളടത്ത് കൊടുക്കുക. കൊടുത്തതിന് ശേഷം ഇവിടെ വെരിഫൈ കൊടുക്കുക. സോ കണക്റ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 200 പോയിൻറ്റ്സ് ലഭിച്ചിട്ടുണ്ട്. ഡിസ്കോഡുമായിട്ട് ആദ്യം തന്നെ കണക്ട് ചെയ്തുകൊണ്ട് തന്നെ വെരിഫൈ കൊടുക്കുക. സോ അതും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ടെലഗ്രാമുമായിട്ടും ഓൾറെഡി നമ്മൾ കണക്ട് ചെയ്താണ്, അതുകൊണ്ട് വെരിഫൈ കൊടുക്കുക. സോ ബേസിക് ഇൻഫർമേഷനിൽ ഫോർകാസ്റ്റർ എന്നുള്ള ഈ ഒരു ടാസ്ക് നമ്മൾ സ്കിപ്പ് ചെയ്യണം, കാരണം അത് പെയ്ഡാണ്. സോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാം. അടുത്തായിട്ട് കംപ്ലീറ്റ് ഇൻട്രൊഡക്ഷൻ സ്കിൽ സെറ്റപ്പ് എന്നുള്ളതാണ്. അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യുക. ഇവിടെ നിങ്ങളുടെ വാലറ്റ് അഡ്രസ്സ് ഉണ്ടാകും. അതിനുശേഷം ബ്രീഫ് എന്നുള്ളടത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്താൽ ഞാൻ എയർ ഡ്രോപ്പ് എന്ന് കൊടുത്തിട്ടുണ്ട്. സ്കിൽസ് ഉള്ളിടത്ത് എന്ത് ചെയ്യാം, ഞാൻ കമ്മ്യൂണിറ്റി എന്ന് കൊടുത്തിട്ടുണ്ട്, വെരിഫൈ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 300 പോയിൻറ്റ്സും എനിക്ക് കളക്ട് ആയിട്ടുണ്ട്. അതിനുശേഷം ഈ സോഷ്യൽ ടാസ്കുകളെല്ലാം നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഒന്ന് ഫോളോ ഓൺ എക്സ് ആണ്. സോ അത് ചെയ്യാണ്. ഞാൻ ഫോളോ എന്ന് കൊടുക്കുകയാണ്. സോ ഇവിടെ ഫോളോ എന്നുള്ള ഭാഗം വന്നിട്ടുണ്ട്, അത് ഫോളോ ചെയ്യാം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് തന്നെ പോയതിനു ശേഷം വെരിഫൈ കൊടുക്കുക. സോ രണ്ടാമത്തെ ടാസ്ക് ആഡ് ADO ബേസ് യുവർ ട്വിറ്റർ നെയിം. എക്സിലെ നെയിമിൽ ഈ ഒരു കാര്യം പാടെ ആഡ് ചെയ്യാനാണ്. അതായത് ADO ബേസ് എന്നുള്ള കാര്യം ആഡ് ചെയ്യാനാണ്. അത് ഇവിടെ നിന്ന് കോപ്പി ചെയ്യാം, എന്നിട്ട് ആഡ് എന്ന് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ട്വിറ്ററിൻ്റെ നെയിം വരും. അവിടെ ഈ ഒരു കോമ ഇട്ടിട്ട് ഈ ഒരു കാര്യം പാടെ ആഡ് ചെയ്യുക, സേവ് ചെയ്യുക.
അതിനുശേഷം നമ്മളുടെ ഈ ഒരു വെബ്സൈറ്റിലേക്ക് തന്നെ തിരിച്ചു വരിക. അതിനുശേഷം വെരിഫൈ കൊടുക്കുക. വെരിഫൈ കൊടുത്തു കഴിയുമ്പോൾ ആ ടാസ്ക് അവിടെ കംപ്ലീറ്റ് ആവും. ജോയിൻ ഡിസ്കോഡ്, അവരുടെ ഡിസ്കോഡ് ചാനൽ ജോയിൻ ചെയ്യാനാണ്. അതിനവിടെ ക്ലിക്ക് ചെയ്യുക, ജോയിൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എക്സ്പെക്ട് ഇൻവൈറ്റ് എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ടാവും. ഇനി ഇവിടെ പോവുക. അതിനുശേഷം വെബ്സൈറ്റിലേക്ക് തന്നെ തിരിച്ചു വരിക, വെരിഫൈ കൊടുക്കുക. അപ്പോൾ ആ ഒരു ടാസ്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ജോയിൻ ഒരു ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനാണ്. അതിന് ജോയിൻ എന്ന് കൊടുക്കുക. അതിനുശേഷം ഒരു ടെലഗ്രാം പേജ് ഓപ്പൺ ആയിട്ട് വരും, അവിടെ ജോയിൻ എന്ന് കൊടുക്കുക. അതിനുശേഷം വെബ്സൈറ്റിൽ തന്നെ തിരിച്ചു വരിക. വെബ്സൈറ്റിൽ തന്നെ തിരിച്ചു വരുന്നതിന് ശേഷം വെരിഫൈ കൊടുക്കുക. സോ ആ ഒരു ടാസ്കും അവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത ലൈക്ക് എക്സ് പോസ്റ്റ്, അവരുടെ എക്സിലെ പോസ്റ്റ് ലൈക്ക് ചെയ്യാനാണ്. അതിന് ഓപ്പൺ ചെയ്ത് ലൈക്ക് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ലൈക്ക് കൊടുക്കുക. ലൈക്ക് കൊടുത്തതിന് ശേഷം വെബ്സൈറ്റിലേക്ക് തന്നെ തിരിച്ചു വരിക, എന്നിട്ട് വെരിഫൈ കൊടുക്കുക. അപ്പോൾ അവിടെ വെരിഫൈ കൊടുത്ത് 200 പോയിൻറ്റ്സ് കിട്ടിയിട്ടുണ്ട്. കമൻറ്റ് അവർ എക്സ് പോസ്റ്റ്, അവരുടെ എക്സ് പോസ്റ്റിൽ കമൻറ്റ് ചെയ്യാനാണ്. അതിൽ കമൻറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ടാവും. അവിടെ നമ്മൾ എന്തെങ്കിലും ഗുഡ് നോ എന്തും കൊടുക്കുക. റീപ്ലൈ എന്നുണ്ടാവും, അവിടെ ക്ലിക്ക് ചെയ്യുക. സോ ആ കമൻറ്റും ചെയ്യലും അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ശേഷം വെരിഫൈ കൊടുക്കുക. അതിനുശേഷം ലൈക്ക് എക്സ് പോസ്റ്റ് എന്നുള്ള അടുത്ത അവരുടെ പോസ്റ്റ് ഉണ്ടാവും, അത് ലൈക്ക് ചെയ്യാനാണ്. ലൈക്ക് എന്ന് കൊടുക്കുക. അപ്പോൾ ലൈക്ക് വരും, അത് ലൈക്ക് ചെയ്യുക. അതിനുശേഷം വീണ്ടും വെബ് പേജിലേക്ക് തന്നെ തിരിച്ചു വരിക, വെരിഫൈ കൊടുക്കുക. അതുപോലെ തന്നെ കമൻറ്റ് ഓൺ എക്സ് പോസ്റ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക, കമൻറ്റ് എടുക്കുക. നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു കമൻറ്റ് കൊടുക്കുക. അതിനുശേഷം റീപ്ലൈ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വെബ് പേജിലേക്ക് തന്നെ തിരിച്ചു വരിക, വെരിഫൈ കൊടുക്കുക. അതുപോലെ അവരുടെ മറ്റൊരു പോസ്റ്റ് ലൈക്ക് കമൻറ്റ് ചെയ്യാനാണ്. അതും എന്തെങ്കിലുമൊക്കെ ഹായ് കൊടുക്കുക, എന്തും കൊടുക്കാം. അതിനുശേഷം തിരിച്ചു വരിക, വെബ് പേജിലേക്ക് തന്നെ തിരിച്ചു വരിക, എന്നിട്ട് അത് വെരിഫൈ ചെയ്യുക. അതുപോലെ ഒരു ലൈക്ക് ചെയ്യാനുള്ള ടാസ്ക് ഉണ്ട്. അതിന് പോസ്റ്റിലേക്ക് വരിക, ലൈക്ക് കൊടുക്കുക. അതിനുശേഷം അവിടേക്ക് തന്നെ തിരിച്ചു പോവുക, വെരിഫൈ കൊടുക്കുക. സോ ഫോർകാസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ടാസ്ക് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കില്ല. കാരണം നമ്മൾ അത് പെയ്ഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അടുത്തത് സബ്സ്ക്രൈബ് അവർ മിറർ. സോ ഇതിൽ ഇനിയും 2 ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ഒന്ന് ഫോർകാസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്, അത് പെയ്ഡ് ആയതുകൊണ്ട് ചെയ്തിട്ടില്ല. സബ്സ്ക്രൈബ് അവർ മിറർ എന്നുള്ളതാണ്. അത് ഇപ്പോൾ തൽക്കാലം ചെയ്യാൻ ചെറിയൊരു സ്ട്രഗിൾ ഉണ്ടായതുകൊണ്ട് ചെയ്തിട്ടില്ല, പിന്നീട് ചെയ്യാമെന്ന് കരുതുന്നുണ്ട്. താഴെ കുറച്ചുകൂടെ 6 ടാസ്കുകൾ എക്സ്ട്രാ തന്നിട്ടുണ്ട്. വ്യൂ ദ ഓഡിയോ ബേസ് ആൻഡ് സ്ക്രോൾ അറൗണ്ട് ഡാവോ ബേസ്, അതുപോലുള്ള ചെറിയ ബ്രൗസ് ഡാവോ ബേസ്, അങ്ങനെ അവരുടെ വെബ്സൈറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെറിയ ടാസ്കുകളാണ്. ബ്രൗസ് ചെയ്യുക, അതുപോലെ അവരുടെ വീഡിയോ വ്യൂ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു 6 ടാസ്കിൻ്റെ പോയിൻറ്റ്സും കളക്ട് ചെയ്യാവുന്നതാണ്. ഇതും കഴിഞ്ഞ് നിങ്ങൾക്ക് പോയിൻറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ ഒരു ട്വീറ്റ് ക്രിയേറ്റ് ചെയ്യാനാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതിനുവേണ്ടി ടു കംപ്ലീറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഹെഡ് ടു എക്സ് ഡെലിവറി എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഓൾറെഡി അവരുടെ ഒരു പോസ്റ്റിൻ്റെ ടാഗും വന്നിട്ടുണ്ടാകും. അതിനുശേഷം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഈ ഒരു ഓഡിയോ ബേസ് എയർഡ്രോപ്പിനെ കുറിച്ച് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം അത് പോസ്റ്റ് ചെയ്യുക. പോസ്റ്റ് ചെയ്തതിനു ശേഷം നമ്മുടെ പ്രൊഫൈലിൽ പോവാം. പ്രൊഫൈലിൽ പോയതിനു ശേഷം നമ്മൾ ഷെയറിൽ നിൽക്കി കഴിഞ്ഞാൽ കോപ്പി ലിങ്ക് ഉണ്ടാവും. ആ ലിങ്ക് എടുത്തതിന് ശേഷം വെബ്സൈറ്റിലേക്ക് തന്നെ തിരിച്ചു വരിക. അതിനുശേഷം ടു കംപ്ലീറ്റ് എന്നുള്ള ഭാഗത്ത് ചെന്നിട്ട് അതിൻ്റെ ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് കിട്ടുന്ന വ്യൂ അതുപോലെ ലൈക്ക് ട്വീറ്റ്സ് അനുസരിച്ച് നമുക്ക് പോയിൻറ്റ്സ് ലഭിച്ചുകൊണ്ടിരിക്കും. അത് 0 to 3000 വരെ ഉണ്ടാവും എന്നുള്ളതാണ് ഇവർ പറയുന്നത്. സോ ഇതിനപ്പുറം നിങ്ങൾക്ക് പോയിൻറ്റ്സ് കളക്ട് ചെയ്യണമെങ്കിൽ പിന്നെ ഉള്ളതാണ് NFT മിൻറ്റ് ചെയ്യുക എന്നുള്ളത്. സോ അതിനുവേണ്ടി മിൻറ്റ് നൗ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. സോ അപ്പോൾ NFT മിൻറ്റ് ചെയ്യാനുള്ള പേജ് ഓപ്പൺ ആയിട്ട് വരും. താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് നെയിം കൊടുക്കാൻ അതുപോലെ ബ്രീഫ് സ്കില്ല് എന്നൊക്കെ കൊടുക്കാനുള്ളത് കൊടുത്തിട്ട് അത് നമ്മൾ നേരത്തെ കൊടുക്കേണ്ടി വരില്ല. അതിനുശേഷം മിൻറ്റ് യുവർ ബാഡ്ജ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. സോ ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേര് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം മിൻറ്റ് യുവർ ബാഡ്ജ് എന്നുള്ള സേവ് കൊടുത്തതിന് ശേഷം മിൻറ്റ് യുവർ ബാഡ്ജ് എന്നുള്ളത് കൊടുക്കുക. അതിനുശേഷം മെറ്റാമാസ്ക് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് നിങ്ങളുടെ മെറ്റാമാസ്ക് വാലറ്റ് ഓപ്പൺ ആയിട്ട് വരും. ചെറിയൊരു എമൗണ്ട് ഓഫ് ഗ്യാസ് ഫീ നിങ്ങൾ നൽകേണ്ടി വരും. അവിടെ കൺഫേം കൊടുക്കുക.
സോ തുടർന്ന് നിങ്ങളുടെ NFT മിൻ്റ് ആവുന്നതായിരിക്കും. സോ ഇവിടെ അത് മിൻ്റ് ആയിട്ടുണ്ട്. സോ ഇനി ഡാഷ്ബോർഡിൽ പോയി കഴിഞ്ഞാൽ ചെക്ക് പോയിൻറ്റ്സ് എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സോ ബാഡ്ജ് മിൻ്റ് ചെയ്തതിന് ഏകദേശം 6730 പോയിൻറ്റ്സ് കൂടുതൽ ലഭിച്ചായിട്ട് കാണാൻ പറ്റും. സോ ഇപ്പോൾ റാങ്ക് 11,940 എൻ്റെ റാങ്ക് നിൽക്കുന്നത്. സോ നിങ്ങളും ഇതിൽ മാക്സിമം പോയിൻറ്റ്സ് കളക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇതോടെ ഇന്നത്തെ എയർ ഡ്രോപ്പ് പ്രോഗ്രാമിലെ ടാസ്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ കൂടുതൽ അപ്ഡേറ്റ് എൻ്റെ ടെലഗ്രാം ചാനലിൽ ഇടുന്നതായിരിക്കും. ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.